നമസ്കാരം. നിങ്ങൾക്കുള്ള റൊമാൻസ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ഏഞ്ചൽസിന് പറയാനുള്ളതെന്ന് നോക്കാം. കെമിസ്ട്രി. ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ വളരെയധികം ഒരു കെമിസ്ട്രി ഉള്ള പേഴ്സണാലിറ്റി തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള അതേ ഫീലിങ്സ് തന്നെയാണ് അവർക്കും നിങ്ങളോടും ഉള്ളത് എന്ന് തന്നെയാണ് പറയുന്നത്. ആൻഡ് വർത്ത് വെയിറ്റിംഗ് ഫോർ. നിങ്ങൾ ആർക്കു വേണ്ടിയാണോ കാത്തിരിക്കുന്നത് ആ ഒരു കാത്തിരിപ്പ് വെറുതെ ആവില്ല എന്നുള്ളതാണ്. ആൻഡ് ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ലവ് ലൈഫിൽ നടക്കുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നു. ആൻഡ് മേക്ക് ദ എഫേർട്ട്. നിങ്ങൾ ഇതിനകത്ത് എഫേർട്ട് ഇടുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നുള്ള ഒരു മെസ്സേജാണ്. ഫിനാൻസസ് ആൻഡ് കരിയർ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ലവ് ലൈഫിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. കൂടുതലായിട്ടും ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ആയിരിക്കാം കൂടുതൽ ഫിനാൻസിനോ കരിയറിനോ ഒക്കെ പ്രയോറിറ്റി കൊടുത്ത് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ആണ് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണിലേക്ക് മാത്രം നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങളിലേക്ക് കൂടി ഫോക്കസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നുള്ള ഒരു മെസ്സേജാണത്. വെരി സൂൺ എന്നുള്ളൊരു മെസ്സേജാണ്. നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണോ അത് നിങ്ങൾ ക്ലിയർലി നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരണം എന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഉറപ്പിച്ച് പൂർണ്ണമായിട്ടൊരു ട്രസ്റ്റിലേക്ക് വരിക. അപ്പോൾ വളരെ സൂൺ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണ് തിരികെ ലഭിക്കുന്നതായിരിക്കും എന്നുള്ള ഒരു മെസ്സേജാണ്. ആൻഡ് ഫോർഗീവിങ് ആൻഡ് ലേണിംഗ് എന്നുള്ളതാണ്. നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾ റിലീസ് ചെയ്യുക. നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ട്രോമാസിനെയും പെയിനിനെയും, നിങ്ങളുടെ പേഴ്സണിൽ നിന്നുണ്ടായിട്ടുള്ളതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളതുമായ പെയിനിനെയും ഒക്കെ നിങ്ങൾ റിലീസ് ചെയ്യുക. നിങ്ങളുടെ പാസ്റ്റിനെ ഹീൽ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ കൂടുതൽ ലവിനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ പാസ്റ്റിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻറ്റിൽ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു മെസ്സേജാണ്. അപ്പോൾ എല്ലാവർക്കും റെസൊണേറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബ്ലെസ്സിങ്സ്. താങ്ക് യു.